ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയുടെ കാലൊഴിഞ്ഞു കൊടുക്കുകയാണ് വിക്രം. വേദ അത് ആസ്വദിച്ചിരിക്കണേ. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് അമ്മ വരുന്നത്. ഇത് കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അത് നന്നായി. വിക്രം ആകെ ചമ്മുന്നുണ്ട്. വേഗം എഴുന്നേൽക്കും. എഴുന്നേൽക്കണ്ട. വന്നിട്ട് അമ്മ ഒരു മരുന്നോടെ കൊടുക്കും. ഇത് മുറിവെണ്ണയാ, ഇതിട്ട് നന്നായി തടവി കൊടുത്താൽ മതി. അതുപോലെ തന്നെ പിടിച്ചു നടക്കാനുള്ള ആ വാക്കറും കൊടുക്കണേ. ഇത് നിനക്ക് തരാൻ അച്ഛൻ പറഞ്ഞതാണേ, ഇതിൽ പിടിച്ചു നടക്കാട്ടോ. വാക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അമ്മ പറയും വിക്രത്തിന്റെ അടുത്ത്, നീ നിർത്തണ്ട, ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെട്ടോ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോവാണേ. എന്നാ പിന്നെ തുടങ്ങിക്കോ. വിക്രം അത് മണത്ത് വെക്കുമ്പോ തന്നെ ഒക്കാനിക്കാൻ വരുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരന്റെ വീട്ടിലാണ്. അവിടെ വർഷയും ശ്രീകാന്തും കൂടെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലണേ. ശ്രീകാന്തിന് ഒരു പേടിയൊക്കെ ഉണ്ട്. വർഷ പറയും ചെല്ലെന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കണേ. ശ്രീകാന്തിന് എനിക്ക് പോകാൻ നല്ല മടിയുണ്ട്, പേടിയുണ്ട്. ചെല്ല്, നമ്മുടെ വീട്ടിലെ പ്രശ്നമല്ലേ ഏറ്റവും വലുത്. അപ്പൊ ശ്രീകാന്ത് പറയും, ആ വേദ വിക്രമിനെ വിട്ടുവരാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കാതെ വന്നാലോ? അത് വരുമ്പോഴല്ലേ അത് അപ്പൊ കൊടുക്കാം. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലോ? നമ്മൾ വിചാരിച്ച പോലെ നടന്നാലോ? അങ്ങനെ ശ്രീകാന്ത് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലണേ. അവിടെ എത്തുമ്പോഴും ശ്രീകാന്തിന് നല്ല പേടിയുണ്ട്. അച്ഛൻ കാര്യം തിരക്കും. ഒരു അറ്റാക്ക് വന്നതല്ലേ അച്ഛാ, ഒന്ന് വിശ്രമിച്ചിട്ടില്ലെങ്കിൽ. അല്ല അതൊക്കെ പോട്ടെ, നീ വന്ന കാര്യം പറ. ശ്രീകാന്ത് ഇങ്ങനെ പേടിച്ചുകൊണ്ടാണ് പറയാൻ തുടങ്ങുന്നത്. അല്ല നമ്മുടെ കമ്പനിയുടെ കാര്യം, കമ്പനിക്ക് എന്ത് പറ്റി? അല്ല പുതിയ യൂണിയനൊക്കെ ഉണ്ടാവാൻ പോവാന്ന് കേട്ടു. അതിന്റെ ഇൻചാർജ് ആയിട്ട് വരാൻ പോകുന്നത് അറിഞ്ഞു. കമ്പനിയാകുമ്പോൾ യൂണിയൻ ഉണ്ടാകും. അതിപ്പോ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്താൽ മതി. ഇത്രയല്ലേ ഉള്ളൂ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് പറയാനാ വന്നേ. വർഷാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ എന്ന് പറഞ്ഞ് തലയ്ക്ക് അടിക്കണേ. ശ്രീകാന്ത് പിന്നെ ഒന്നും പറയാൻ നിൽക്കാണ്ട് അവിടുന്ന് പോകുമ്പോ വർഷയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വർഷ ദേഷ്യത്തില് ശ്രീകാന്തിനെ നോക്കി അവിടുന്ന് പോവാണേ. വർഷയോട് ശ്രീകാന്തിനൊന്നും പറയാനും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ കട്ടില് കിടക്കണേ. വേദാളത്തിന്റെ പള്ളിയിറക്കൊക്കെ കഴിഞ്ഞോ? അതില് വിക്രം തോർത്ത് പിഴിഞ്ഞ് അങ്ങ് കൊടഞ്ഞങ്ങ് വീശുമ്പോ എന്താ കാണിക്കുന്നത്? വിക്രം പറയും, കണ്ടില്ലേ? വേദ പറയും, നനഞ്ഞ തോർത്ത് അയല്ല ഇടേണ്ടത്. വിക്രം പറയും, എന്റെ തോർത്ത് എവിടെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. വേദ പറയും, അകത്ത് കിടന്ന കരിമ്പം വരും, മുഷിഞ്ഞ മണം വരും, റൂം ആകെ വൃത്തിയിട്ട് മണായിരിക്കും. വിക്രം പറയും, ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാ. വേദ കേൾക്കുമ്പോ പറയോ, ശരിക്കും വെട്ടുപോ തന്നെ. വിക്രം പറയും, അതെ, പോത്തിന് ഇഷ്ടം ചളിക്കുണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനേ 2 ലോറി ചെളി കൊണ്ടുവരും. എന്നിട്ട് ആ ചെളി റൂം മൊത്തം അങ്ങ് നിറയ്ക്കും. അതിൽ ഞാൻ കിടന്നുരുളും. എന്തേ? വേദ പറയും, എവിടെന്നെങ്കിലേ ഒരു കെട്ട് വൈക്കോലായിട്ട് ഞാൻ വന്നേക്കാം. ചളി കിടന്ന് വൈക്കോലും തിന്ന് അവിടെ തന്നെ ചാണകിട്ടങ്ങ് കുടിക്കോ. അത് പറഞ്ഞേ വേദ അങ്ങ് ചിരിക്കും. നല്ല രസമായിരിക്കില്ലേ കഥകളിലൊക്കെ. കാണ്ടാമൃഗായും പശുവായൊക്കെ മാറിയ മനുഷ്യരില്ലേ. വിക്രമാദിത്യൻ ഒരു ദിവസം രാവിലെ വലിയൊരു വെട്ടുപോത്താകുന്നു. നിങ്ങളുടെ അച്ഛൻ മൂക്കേറിട്ട് മണിയൊക്കെ കെട്ടി തന്നെ പറമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ചുരുലോണ്ട് ബാക്കിൽ അടിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് എങ്ങനെയുണ്ട്? വെട്ടുപോത്തപ്പോ കുണുങ്ങി പോകും. ഇത് കേൾക്കുമ്പോ തന്നെ പിന്നെ വിക്രത്തിന് ഇനി ഒന്നും പറയാനില്ല. വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കാൻ അവിടെ. ശേഷം വേദാറിയും, എത്ര സുന്ദരമായ കാഴ്ചയാണത്. വിക്രം അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. അങ്ങനെ വേദാറിയും, അതെ, എനിക്കൊന്ന് പല്ലേക്കണം. വിക്രം ചോദിക്കും, ഈ അതും ഞാൻ ചെയ്തു തരണോ? ഒന്ന് അവിടം വരെ ഒന്ന് ആക്കി തന്നൂടെ ചെങ്ങായി? അതിനാണ് വാക്കർ. വേദ പറയും, അതിന്റെ ബോൾട്ടൊക്കെ ഒരു കട്ടിലിനടിയിൽ എങ്ങാനും കിടക്കുക, നിലത്ത് ഊത്തി ഉറക്കില്ല. വിക്രം പറയും, നീ അതിന്റെ ബോൾട്ട് മനപ്പൂർവ്വം ഊരി കളഞ്ഞതാ. വേദ പറയും, അതെ, അത് നിങ്ങളുടെ തോളിൽ തൂങ്ങാനുള്ള കൊതി കൊണ്ട്. നിങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട, മാറിക്കേ അമ്മേ എന്ന് പറഞ്ഞ അമ്മേനെ വിളിക്കുമ്പോ വേണ്ട, ഇനിയിപ്പൊ അമ്മ വന്നാൽ എന്നെ കൊണ്ടേ ചെയ്യിക്കുമെന്ന് എനിക്കറിയാം, വാ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ വേദ പറയും, അതിനു മുമ്പ് ആ ബ്രഷിൽ പേസ്റ്റ് തേച്ച് താ മനുഷ്യ. ഇതാ അവിടെ. അങ്ങനെ വേദ അതൊക്കെ അലമാരക്കകത്താ കൊണ്ടുവച്ചിരിക്കുന്നത്. വിക്രം പറയും, ഇതിനകത്ത് വെച്ചല്ലേ? വേദ പറയും, ഇപ്പൊ നീ ഈ റൂമും ഇതിലുള്ളതെല്ലാം എന്റെയും കൂടെ അല്ലേ? അങ്ങനെ അതൊക്കെ ബ്രഷിൽ തേച്ച് കൊടുക്കണേ. ശേഷം പിന്നീട് വിക്രം വേദയെ തോളില് തൂക്കിയിട്ട് അങ്ങനെ നടക്കും. ഇത് നന്ദിനി കാണുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, സ്പീഡിൽ നടക്കല്ലേ, എനിക്ക് ഇത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഈ ഇവളിങ്ങനെ അഭിനയിക്കാണോ എന്ന സംശയത്തിൽ ഇങ്ങനെ നോക്കുമ്പോ വിക്രമിന്റെ കൂടെ വേദ ഇങ്ങനെ പോകുന്ന സമയത്ത് വേദ ഇങ്ങനെ നന്ദിനിയെ നോക്കി കണ്ണിറുക്കി കാണിക്കും. അപ്പൊ ശരിയാ, ഈ ഉളുക്ക് വെറുതെ അഭിനയം. അങ്ങനെ വിക്രം അവിടെയുള്ള ഒരു തൂണ്ടെടുത്ത് കൊണ്ടുപോയി നിർത്തും. ദാ ഇവിടെ ചാരി ഇന്ന് തേച്ചാ മതി. ദാ അങ്ങനെ വിക്രം അവിടെ നിർത്തി പോകുമ്പോ നന്ദിനി അങ്ങോട്ട് വരും. നിനക്കില്ലേ അമ്മ ഒരു വാക്കർ കൊണ്ടു തന്നത്? അതോ, ഇന്നലെ രാത്രി ഞാൻ അതിന്റെ ബോൾട്ട് ഊരി കളഞ്ഞു. എന്തിനെ? വേദാറും വിക്രത്തിന്റെ തൊള്ളു തൂങ്ങി നടക്കാൻ. അതിനെ രസം. നിനക്ക് ശരിക്കും ഉൾക്കൊണ്ടോടി? സത്യം പറ, വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കരുത്. വേദാറും, ഇല്ല. ഇതിൽക്കോ നന്ദിനി കിട്ടും. ഇല്ലെന്നോ? ഇല്ല നന്ദിനി എടുത്തി. എന്നിട്ടിങ്ങനെ അവിടെ കിടന്നിങ്ങനെ തൊള്ളിക്കളിക്കും. ഇടി കള്ളി, അമ്മേ, വിക്രം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ വേദാറും, വേണ്ട,
അപ്പോഴേക്കും ഇവര് വരുന്ന ശബ്ദം കേൾക്കുമ്പോ വേദ വേഗം അവിടെ കിടക്കും. നിലത്തിരുന്നിട്ട് അയ്യോ വിക്രം ഓടി വായോ എന്റെ കാല് പോയേ എന്ന് പറഞ്ഞ് കിടന്ന് കരയുമ്പോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് വിക്രം വരുമ്പോ നന്ദിനി ഒന്നും പറ്റിയില്ല, എന്നെ ചതിച്ചു വിക്രം, പഴപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എന്റെ കൈ വിട്ടു കളഞ്ഞു. ഈ നന്ദിനിയെടുത്തി വിക്രം ചോദിക്കും എന്താ നന്ദിനിയെടുത്തി? വിക്രം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, നന്ദിനിയെടുത്ത് എന്നെ സഹായിക്കാന്ന് പറഞ്ഞില്ലേ? വിക്രം ഒന്ന് പിടിക്കി. അങ്ങനെ വിക്രം കൈയൊക്കെ കൊടുത്ത് വേദയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. വേദയാണെങ്കിൽ വേദനയുള്ളതുപോലെ ഭയങ്കരമായിട്ട് അഭിനയാണ്. ഹോ ആ കാല് തന്നെ കുത്തി എന്ന് പറഞ്ഞ് എഴുന്നിട്ട് നന്ദിനിയുടെ കൈക്ക് ചെറിയൊരു അടി വെച്ചു കൊടുക്കും. ഈ ഫ്രണ്ട്സുമാരൊക്കെ തമ്മിൽ അടിക്കുന്ന പോലെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നോടെ നന്ദിനിയെടുത്തി. വിക്രം പറയും അല്ലെങ്കിലേ എന്റെ തല പെരുത്തിരിക്കുക, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. എടാ ഞാനൊന്നും ചെയ്തിട്ടില്ല. വിക്രം പറയും മതി എനിക്കൊന്നും കേൾക്കണ്ട. നന്ദിനി ഇങ്ങനെ വേദയെ നോക്കുമ്പോ വേദ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ കളിയാക്കാനേ. വിക്രം നോക്കുമ്പോ വേദനയുള്ളതുപോലെ അഭിനയിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? ആ പൈപ്പിന്റെ അടുത്തേക്ക് പോണം, വാ എന്ന് പറഞ്ഞേ വിക്രം കൂട്ടിക്കൊണ്ടു പോവാണേ. വേദ വീണ്ടും വിക്രമിന്റെ തോളിൽ കയറി ചാടി ചാടി ഇങ്ങനെ പോകുന്ന കാണുമ്പോ നന്ദിനിക്ക് സഹിക്കുന്നില്ല. വേദ ഇങ്ങനെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛനും അമ്മയും പറമ്പിലെ പണി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഒരു ഫോൺ കോള് വരുന്നത്. അമ്മയാണല്ലോ. ഈ സമയത്ത് എന്താ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ, നീ എടുത്തോക്ക്. അങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോ മുത്തശ്ശി അമ്പലത്തിലാണേ, ഞാൻ മാറി നിന്നിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിന്ന് കമലെ രാമായണ മാസം ആവാറായില്ലേ, അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ. നീയിപ്പൊ അമ്മ കാർക്കിടക തീർന്നുവരെ അമ്പലത്തിൽ നിന്ന് മാറില്ലല്ലോ. മുത്തശ്ശി പറയും നല്ല കണ്ടന്നല്ലേ, എത്ര മനുഷ്യരാ ഇവിടെ വരുന്നറിയാം. ഞാൻ വിളിച്ചത് അവനെയല്ല നിന്നെ തന്നെയാടാ. ഈ രാമായണ മാസത്തെ 7 ദിവസത്തെ രാമായണം വായന തറവാട്ടിൽ നിന്ന് നടക്കുന്നത്. 2 ദിവസമെങ്കിലും കുളിച്ചു തൊഴുത് നീ എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് മാറി നിക്കണ്ടമ്മേ. ആ 2 ദിവസം നീ മാറി നിന്നോണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, ഞാൻ മാഷിനോട് ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ മാഷ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താ കമലെ, നീ എന്റെ മരുമകള് തന്നെയല്ലേ? ഇതൊക്കെ നമ്മുടെ തീരുമാന, ആരോടും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. കൊടുക്ക്. അങ്ങനെ മാഷിന് കൊടുക്കാണ് ഫോണ്. എന്താടാ നിനക്ക് അവിടെ 2 ദിവസം കമലയില്ലാതെ നിക്കാൻ പറ്റില്ലേ? അല്ലമ്മേ ഒരു ഒഴിവുകേടും പറയണ്ട, ഇന്ന് തന്നെ കമല ഇങ്ങോട്ട് അയക്കുക. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ അമ്മേ? അത് നിന്നോടല്ല കമലോട് പറയാനുള്ളതാ. ശരിട്ടോ എന്ന് പറഞ്ഞ അമ്മ കോള് കട്ടെ. അമ്മ പറഞ്ഞു ഇനിയിപ്പോ അനുസരിക്കാതെ പറ്റില്ലല്ലോ, ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ, ഇല്ലെങ്കിലേ ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോകും. അമ്മ ചിരിച്ചോണ്ട് ഫോണും കൊണ്ട് പോവാണ്. അതവിടെ വെച്ചേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഫോൺ അവിടെ വെച്ച് അമ്മ അകത്തേക്ക് വീട്ടിലേക്ക് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മയും ശ്രീചേർത്തിയും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്യണേ. നന്ദിനിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും അമ്മയെ വിളിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിപ്പോ അവിടെ ചെന്നാലല്ലേ നന്ദിനി അറിയൂ. ശ്രീചേർത്തി പറയും എനിക്ക് തോന്നുന്നേ വേദയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന്. വേദയോ? അതെന്ത് കാര്യം? അല്ല ഇനിയിപ്പോ വേദയ്ക്ക് തറവാട് എഴുതി കൊടുക്കാനാണെങ്കിലോ? ഇത് കേൾക്കുമ്പോ നന്ദിനി ആകെ അങ്ങ് ഷോക്കായി പോവും. ശ്രീജ അമ്മയെ നോക്കി കണ്ണിറുക്കി കാണിക്കും. എന്താ അമ്മേ അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അമ്മയുടെ സ്വത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ ചെയ്യാ. അപ്പൊ അച്ഛന്റെ സ്വത്ത് അച്ഛന് അവകാശം ഇല്ലാത്തതാണെന്നോ? അച്ഛന്റെ അവകാശം എല്ലാ മക്കൾക്കും തുല്യല്ലേ? മാഷ് അത് ചെറുപ്പത്തിലേ വേണ്ടെന്ന് വെച്ചല്ലേ, ഇനിയിപ്പൊ ഈ പ്രായത്തില് അത് വേണമെന്ന് പറയാനൊന്നും പോകുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ആവശ്യമില്ലേ? എനിക്കെന്തിനാ? ഇത് കേൾക്കുമ്പോ നന്ദിനിക്കാണ് ടെൻഷൻ. അതിന് നന്ദിനി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അപ്പോഴായിരിക്കും അങ്ങോട്ട് വേദ വാക്കറിൽ അങ്ങോട്ട് വരുന്നത്. ഇവിടെ എനിക്ക് നന്ദിനിനെ ഇട്ട് വട്ട് കറക്കാണ് അമ്മയും ശ്രീചേർത്തിയും കൂടെ. അല്ലമ്മേ വേദ ഇപ്പൊ വലിയൊരു വീട്ടിൽ നിന്ന് വന്നല്ലേ, അവിടെ സ്വത്ത് ഭാഗം വെക്കുമ്പോ അവൾ വേണ്ടെന്ന് പറയോ? ഞാൻ വേണ്ടെന്ന് വെച്ചതാ നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞാണേ വേദ അങ്ങോട്ട് വരുന്നത്. അതൊക്കെ പറച്ചിൽ മാത്രമല്ലേ, അണ്ടിയോട് എടുക്കുമ്പോ അറിയാം മാങ്ങയുടെ പുളി. ഇതൊട്ടും പുളിയില്ലാത്ത മാങ്ങയാണെന്ന് കരുതിക്കോളൂ. അപ്പോഴും നന്ദിനി വയ്ക്കുന്നത് അച്ഛമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോമേ? ഇനിയിപ്പോ ഉണ്ടെങ്കിലും നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. ഓഹോ അപ്പൊ എല്ലാരും കൂടി തീരുമാനിച്ചിട്ടുള്ള പരിപാടിയാ. എന്നെ മാത്രം വണ്ടിയാക്കി. അല്ലെങ്കിലും കള്ളത്തരം കാണിക്കുന്ന ഇവളോട് അമ്മയ്ക്ക് സ്നേഹം. ഇവൾ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ ഈ ഞൊണ്ടിക്കൊണ്ട് നടക്കുന്നത് തന്നെ? വേദ ചിരിക്കുമ്പോ നീ ചിരിക്കണ്ട, നീ എന്റെ മുന്നിൽ ഡാൻസ് കളിച്ചല്ലേ? അതെ കണ്ടില്ലേ അമ്മേ, എന്തിനാപ്പോ കള്ളം കാണിക്കുന്നത്? ഇനിയും ചെയ്ത് കാണിക്കണോ? അമ്മയ്ക്ക് ശ്രീചേർത്തിക്ക് മനസ്സിലാവുന്നില്ല. വേദ സംഭവിച്ച കാര്യം പറയും. നേരത്തെ നന്ദിനിയെടുത്ത് എന്റെ അടുത്തേക്ക് വന്നു, എനിക്ക് കുഴപ്പമില്ലല്ലോ പറഞ്ഞപ്പോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്ത് കാണിച്ചു. എടുത്ത് ഹാപ്പി ഞാനും ഹാപ്പി. ശേഷം അമ്മ പോകുന്ന കാര്യം പറയാ. എന്താ അമ്മ ഇത്ര പെട്ടെന്ന്? അമ്മ അവിടെ രാമായണ മാസം വരെയല്ലേ പൂജ നടത്തുന്നുണ്ട്. 2 ദിവസം ഞാൻ വേണമെന്ന് വാശി. നന്ദിനിക്ക് അത്രേ ഉള്ളൂ. അതിനാ നീ സ്വത്ത് പോകുന്ന ഓർത്ത് വേർത്ത് തുള്ളിച്ചാടിയത്. നിനക്കൊട്ടും വരില്ല. ആർക്ക് വേണമെങ്കിലും നിന്നെ പട്ട് കറക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാ. വേദ ശുദ്ധനെ പോലെ ശുദ്ധയും ദുഷ്ടയുടെ ഫലം ചെയ്യുന്നു മാത്രം. അപ്പോഴേക്കും മാഷ് വിളിക്കും. അങ്ങനെ എല്ലാരും കൂടെ പുറത്തേക്ക് ചെല്ലണേ. വേദ അകത്ത് തന്നെ നിൽക്കുന്നത്. മാഷയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട്. മരുന്നിനെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചൊക്കെ ശ്രീജയാണ് അത് ഏൽപ്പിക്കുന്നത്. ശരി ഞാൻ നോക്കിക്കോളാം, ഇതാ വണ്ടി വന്നിട്ടുണ്ട്, നീ പൊക്കോ. അങ്ങനെ യാത്ര പറഞ്ഞ് അമ്മ അവിടുന്ന് പോവാണേ. അമ്മ പോകുന്ന കാണുമ്പോ മാഷിനൊരു വേദനയൊക്കെ ഉണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രൊമോ ആണ്. അതിലെ വേദ അച്ഛനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അച്ഛനെ ഭക്ഷണം കഴിച്ച് തരിപ്പിൽ പോകുമ്പോ വേദ വന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
വിക്രത്തിനും വേദയ്ക്കും വേണ്ടിയാണ് മുത്തശ്ശി പൂജയൊക്കെ നടത്തുന്നതായിട്ടാണ്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്